നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് SQL സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. നമ്മളെല്ലാവരും ഡാറ്റാബേസ് എന്നുള്ളൊരു വേർഡ് കേട്ടിട്ടുണ്ടോ? എന്താണ് ഡാറ്റാബേസ്? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഷോപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലോ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. പേര്, മൊബൈൽ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനത്തെ മുതലായ കാര്യങ്ങളൊക്കെ ചോദിക്കും. എന്തിനു വേണ്ടിയാണിത്? ഇതൊക്കെ വെച്ചിട്ട് ഒരു റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ റെക്കോർഡ്സ് ഒക്കെ വെച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ആ ടേബിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡാറ്റാബേസ്. അപ്പോൾ ഈ ഡാറ്റാബേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആണ് SQL. അതായത് ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഫോർ സ്റ്റോറിങ്, manipulating and retrieving data stored retrieving the data stored in a relational database. അതായത് ഒരു ഡാറ്റാബേസിൽ നിന്നും നമുക്ക് ഡാറ്റാസ് സ്റ്റോർ ചെയ്യാൻ ഡാറ്റാബേസിലോട്ട്, പിന്നെ അതുകൂടാതെ നമുക്ക് അതിൽ നിന്ന് റിട്രീവ് ചെയ്യാൻ, പിന്നെ മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് SQL. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് എല്ലാ വെബ് ആപ്ലിക്കേഷൻ്റെ ബാക്ക് എൻഡിലും എന്തുണ്ടാവും? ഒരു ഡാറ്റാബേസ് ഉണ്ടാവും. അപ്പം നമുക്ക് ഡാറ്റാബേസ് ടെസ്റ്റിങ് അറിഞ്ഞിരിക്കേണ്ടതാണ് ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റർ. അപ്പം അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് നമ്മൾ ഒരു SQL യൂസ് ചെയ്തിട്ട് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പം ഇത് ഒരു ഓൺലൈൻ SQL കമ്പൈലറാണ്. ഇത് ഉപയോഗിച്ച് നമ്മളൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ അതിന് കുറച്ച് SQL കമാൻഡ്സ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന SQL കമാൻഡാണ് ക്രിയേറ്റ്. അപ്പോൾ നമുക്കതിവിടെ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിയേറ്റ് എന്ന് പറഞ്ഞ SQL കമാൻഡ്. ഇനി നമുക്കൊരു ടേബിളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ക്രിയേറ്റ് ടേബിൾ, പിന്നെ ആ ടേബിളിൻ്റെ പേരെന്താണ്, അതായത് നമുക്ക് എന്ത് പേര് വേണമെങ്കിൽ കൊടുക്കാം. ഒരു കസ്റ്റമർ എന്ന് കൊടുക്കാം, ഒരു സ്റ്റുഡൻറ്റ്, അത് നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് അത് വാരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫോർമാറ്റ്. ക്രിയേറ്റ് ടേബിൾ ഇപ്പം നമ്മളിവിടെ കസ്റ്റമർ എന്ന് കൊടുത്തു, ടേബിൾ നെയിമിന് വരെ കസ്റ്റമർ എന്ന് കൊടുത്തു. ഇനി നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഈ ടേബിളിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നത്? അങ്ങനെ ഈ ഓരോ ഡീറ്റെയിൽസ് നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ ID ഒരു ഡീറ്റെയിൽ, അത് ഏത് ഡാറ്റ ടൈപ്പാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ഏതാണ്? ഇൻറ്റിജർ. നിങ്ങൾ ഓൾറെഡി ഡാറ്റ ടൈപ്പിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാകാം. അപ്പോൾ ID എന്ന് പറയുന്ന നമ്പറാണ്, അപ്പോൾ അത് ഇൻറ്റിജർ ആയിട്ടാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ഇനി അടുത്തത് നമ്മൾ പേര് കൊടുക്കുന്നു. പേര് നമ്മളൊരു ടെക്സ്റ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് ഡാറ്റ ടൈപ്പ് ടെക്സ്റ്റാന്ന് പറയുന്നത്. പിന്നെ അടുത്തത് നമ്മുടെ ജെൻഡർ, അതും എന്താണ്? ടെക്സ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഡാറ്റ ടൈപ്പ് എന്താണെന്നുള്ളതിനനുസരിച്ചിട്ട് നമ്മളത് അവിടെ ഡിക്ലെയർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് ഒരു സെമിക്കോളൻ ഇടണം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് SQL കമാൻഡ്. ഇതിൽ ഓരോ വിഭാഗത്തെ നമ്മൾ ഫീൽഡ് എന്ന് വിളിക്കും. അതായത് ID ഒരു ഫീൽഡ്, നെയിം വേറെ ഫീൽഡ്, ജെൻഡർ വേറെ ഫീൽഡ്. ഇതാണ് കസ്റ്റമർ എന്ന് പറയുന്നതാണ് ടേബിൾ നെയിം. അത് വാരി ചെയ്തുകൊണ്ടിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് റെക്കോർഡ്സ് കയറ്റണം. അതായത് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണോ, ഈ ഡീറ്റെയിൽസ് ആണ് ഇതിലേക്ക് ആ കസ്റ്റമറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന SQL കമാൻഡാണ് ഇൻസേർട്ട് ഇൻറ്റു ഏത് ടേബിളിൻ്റെ പേര് എഴുതണം. കസ്റ്റമർ, ഏത് വാല്യൂസ് ആണ് നമ്മൾ കൊടുക്കുന്നത്? വാല്യൂസ്. ഏതെല്ലാം വാല്യൂ കൊടുത്ത്? 1, ഇൻറ്റിജർ ആയി കാരണം. പിന്നെ കോട്ടിൽ സ്റ്റാർട്ട് ചെയ്യണം. പേര് ടെക്സ്റ്റ് ആകുമ്പോൾ എപ്പോഴും കോട്ടിലായിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ദിവ്യ. കോമ വെച്ച് ഓരോന്നും സെപ്പറേറ്റ് ചെയ്യണം. ജെൻഡർ ഫീമെയിൽ. ഇനി വീണ്ടും നമ്മൾ അടുത്തത് നമുക്ക് എത്ര റെക്കോർഡ്സ് വേണമെങ്കിലും ഈ ഓരോ നമ്മൾ കയറ്റുന്ന ഈ ഡീറ്റെയിൽസ് നമ്മൾ എന്താ വിളിക്കുക? റെക്കോർഡ് എന്നാണ് വിളിക്കുക. ഇതിപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് കുറച്ചെണ്ണം കാണിക്കുന്നുള്ളൂ. ഇനി സെക്കൻഡ് 2 പേര് അടിച്ചപ്പോൾ ടെക്സ്റ്റ് ആയതുകൊണ്ട് കോഡ്സിലിട്ടു മെയിൽ.
നമുക്ക് എത്ര ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഇതിൽ എൻ്റർ ചെയ്യാൻ പറ്റും. നമുക്ക് അതിനനുസരിച്ച് നമ്മൾ ഡാറ്റ ടൈപ്പ് ഡിക്ലെയർ ചെയ്ത് കൊടുക്കുക. ഇതിൽ റെക്കോർഡ്സിൽ ഈ ടേബിളിൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക, അത്രയേ വേണ്ടൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി നമുക്ക് ഈ ടേബിളിൽ നിന്നും ഇപ്പം നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കമാൻഡ് കൊടുത്തു, അതിലേക്ക് നമ്മുടെ റെക്കോർഡ്സ് കയറ്റാനുള്ള കമാൻഡ് ഇൻസേർട്ട് ഇൻടു എന്ന് യൂസ് ചെയ്തിട്ട് കൊടുത്തു. ലാസ്റ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് ഡാറ്റാസ് റിട്രീവ് ചെയ്യണം. റിട്രീവ് ചെയ്യാനുള്ള SQL കമാൻഡാണ് സെലക്ട് സ്റ്റാർ. ഈ സ്റ്റാർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇപ്പം 3 ഫീൽഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അതായത് ID, നെയിം, ജെൻഡർ. അപ്പോൾ നമുക്ക് ഈ എല്ലാ ഡീറ്റെയിൽസ് നമ്മുടെ ടേബിളിൽ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റാറിന് കോമൺ ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ടേബിളിൽ എന്തെല്ലാം ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്യുന്നു അതൊക്കെ കയറിയിട്ടുണ്ടാവും. സ്റ്റാർ ഫ്രം കസ്റ്റമർ. ഇനി വീണ്ടും സെമിക്കോളൻ. ഇനി നമുക്കിവിടെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യം മാത്രം, പേര് മാത്രം തന്നെ അവിടെ സ്റ്റാറിന് പകരം നെയിം എന്ന് കൊടുത്താൽ മതി. ഇനി നമുക്കിത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം, ഈ ടേബിൾ എങ്ങനെ വരണേ നോക്കാം. അയ്യോ, ഇവിടെ നമ്മൾ കോഡ്സ് കൊടുക്കാത്ത കാരണമാണ്. ഇപ്പം നോക്കിയേ, നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് 1 ദിവ്യ ഫീമെയിൽ, 2 ജോയ് മെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ക്രിയേറ്റ് ടേബിൾ എന്നുള്ളത് യൂസ് ചെയ്ത് ഫസ്റ്റ് ഡിക്ലെയർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇൻസേർട്ട് ഇൻടു എന്ന് കൊടുത്ത് നമ്മൾ ഓരോ റെക്കോർഡ്സ് നമ്മളിതിൽ ആഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ റെക്കോർഡ്സിന് എന്തെങ്കിലും ഡീറ്റെയിൽസ്, ഇപ്പോൾ ഇതിപ്പോൾ സ്റ്റാർ എന്ന് ഇട്ട കാരണം എല്ലാ ഡീറ്റെയിൽസും വന്നു. ഇനി നമുക്ക് ഐഡിയും പേര് മാത്രം അറിഞ്ഞാൽ മതി ഉണ്ടെങ്കിൽ അത് മാത്രമായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് മാത്രമായിട്ട് വരും. ഇനി നമുക്ക് പേര് മാത്രം മതി എന്ന് വെച്ചാൽ പേര് മാത്രം. അപ്പോൾ സ്റ്റാർ കൊടുത്താൽ എല്ലാതും വരും. നെയിം ഓരോ ഫീൽഡിൻ്റെ പേര് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അത് മാത്രമായിട്ട് വരും. ഇതാണ് SQL, അതായത് ബേസിക് തിങ്സ്. SQL എന്താണ്? SQL സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്, അത് ഫോർ സ്റ്റോറിങ്, മാനിപ്പുലേറ്റിംഗ് ആൻഡ് റിട്രീവിങ് ഡാറ്റ. അതായത് ഇതിലെ ഓരോ ടേബിളിലെ ഓരോ ഇതിനെയും നമ്മൾ ഫീൽഡ് എന്ന് വിളിക്കും. ഈ ഫീൽഡ് ഓരോന്നും ഏത് ഡാറ്റ ടൈപ്പാണെന്നുള്ളത് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യണം റെക്കോർഡ്സ്, അതായത് നമ്മുടെ ഏതെല്ലാം ഡീറ്റെയിൽസ് നമുക്ക് എൻ്റർ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യാനുള്ള ഇതാണ് ഇൻസേർട്ട് ഇൻടു. പിന്നെ നമുക്ക് അതിൽ നിന്ന് റിട്രീവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് സെലക്ട്. ഇതൊക്കെയാണ് ബേസിക്സ് ഓഫ് ദി SQL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ.